അപ്പൊ എന്താണ് നാളത്തെ പരീക്ഷ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ഒരു കട്ടല് പോലല്ലേ ഓർഗാനിക് കിടക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ല. അപ്പൊ എന്താണ് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അഡാറ് പഠിത്തമാണ് ഈ കാണുന്നത്. ആക്ച്വലി അഡാറ് പഠിത്തം മാത്രമല്ല, അഡാറ് പനിയും കൂടാണ് എനിക്ക് പിടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പനി പിടിച്ചിട്ട് ബോധമില്ല. അതിന്റെ കൂടെ ഈ ഓർഗാനിക്കും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാം ശുഭം. ഇയാളുള്ള ഒരു ഒറ്റ ധൈര്യത്തിലാണ് കേട്ടോ എനിക്ക് ഇത്രയും നേരം ഇത് പഠിക്കാൻ പറ്റുന്നത്. കാരണം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എനിക്ക് ഒട്ടും സൗണ്ട് കാണത്തില്ല. അതാണെങ്കിലോ കോർഡിനേഷൻ പഠിക്കുമ്പോൾ ഹാലോവാൽക്കിൻസ് മറക്കും, ഹാലോവാൽക്കിൻസ് പഠിക്കുമ്പോഴോ കോർഡിനേഷൻ മറക്കും. ഞാനാണെങ്കിൽ ഒരു കെമിസ്ട്രി പ്രിപ്പറേഷൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് 10 ചാപ്റ്ററും കംപ്ലീറ്റ് പഠിച്ച് തീർക്കണം എന്നുള്ളത്. അന്നൊരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു അഡാറ് പനി എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊങ്ങിയിട്ടില്ല. ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ ഞാൻ എത്ര സമയം റെസ്റ്റ് എടുക്കുന്നത് എനിക്ക് തന്നെ ഒരു ധാരണയില്ല. പിന്നെയും പഠിക്കും, പിന്നെയും റെസ്റ്റ് എടുക്കും, ഇത് തന്നെ. അതാണെങ്കിലോ എനിക്ക് ഒരു കാലത്തില്ലാത്ത വിശപ്പായിരിക്കും ഈ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകും. ഇതോടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എന്റെ കിളി എങ്ങോട്ടേക്കോ പോയിട്ടുണ്ടായിരുന്നു ഓർഗാനിക് പഠിച്ചിട്ട്. ഈ ഒരു ഓർഗാനിക് കണ്ടുപിടിച്ച ആളെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചേനെ. ഏതാണ്ട് ഒരു 3 മണിയായപ്പോഴത്തേക്ക് എന്റെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ടും തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വെള്ളം കൊണ്ടൊന്നും എന്റെ എനർജി വീണ്ടിട്ടതില്ലെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ പോയിട്ട് ഒരു ടാങ്ക് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണമെന്ന് വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട്. പിന്നെ പുറത്തോട്ട് വെക്കുമ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കുറേ നേരം വായി നോക്കി ഇരുന്നിട്ടുണ്ട്. എന്തിനാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഗൈസ്. അപ്പൊ എന്തായാലും ഓക്കെ, ബൈ.